അതെ, നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇയർബഡ്സ് ആണ്. Ptron എന്ന കമ്പനി പുറത്തിറക്കിയ ബാഡ്സ്ബഡ്സ് ഫ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇയർബഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പ് റിവ്യൂ ചെയ്യാനും വന്നിട്ടുള്ളത്. സോ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ബോക്സ് ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ബോക്സ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 പെയർ ഓഫ് ഇയർബഡ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ചാർജിങ് ട്രാൻസ്പെറൻറ്റ് കേസും കാണാം. തൊട്ട് താഴെയായിട്ട് ടൈപ്പ് സി ചാർജിങ് കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ Ptron ഒരു വാറന്റി കാർഡും കൊടുത്തിട്ടുണ്ട്. കേസിംഗിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഡിസൈൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ആണ്. ഇനി നമ്മുടെ ഇയർബഡ് ഈ ഒരു കേസിനകത്തേക്ക് ഇടാം. ഓക്കെ, ഇയർബഡ്സിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഗ്ലോസി പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ ഒരു ഇയർബഡ്സിൻ്റെ കേസ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഡിസൈൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് ടൈപ്പ് സി ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ ഈ ഒരു കേസിനകത്ത് 250 mAh ബാറ്ററി ബാക്കപ്പുമാണ് കൊടുത്തിട്ടുള്ളത്. കേസ് ഫുള്ളായിട്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ 25 മണിക്കൂറിന്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് 25 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ലഭിക്കുന്നത്. നോർമലായിട്ടുള്ള യൂസിംഗിലാണെങ്കിൽ 120 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈമും ഇതിനകത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കേസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ഇയർബഡ്സിന് 3.7 ഗ്രാംസിന്റെ വെയിറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ഇയർബഡ്സിനകത്തും സിംഗിൾ മൈക്ക് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കണക്ടിവിറ്റിക്കായിട്ട് ബ്ലൂടൂത്തിന്റെ 5.1 വെർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പെയറിംഗ് ആണ്. ഫസ്റ്റ് ടൈം പെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേ ഉണ്ടെങ്കിൽ പോലും പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് കണക്ട് ആവുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേസ് ഓപ്പൺ ചെയ്താൽ ഒരിക്കലും ഇത് കണക്ട് ആവത്തില്ല. നമ്മൾ ആ ഇയർബഡ് റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആവത്തുള്ളൂ. ഫോണുമായിട്ട് ഇയർബഡ്സ് കണക്റ്റഡ് ആണെങ്കിൽ 10 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. സ്റ്റീരിയോ അതുപോലെ തന്നെ മോണോ സൗണ്ട് ഈ ഒരു ഇയർബഡ്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13 mm ഡൈനാമിക് സ്പീക്കർ ഡ്രൈവേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ഇയർബഡ്സിലും 30 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സ് ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ളത് ടച്ച് സെൻസേഴ്സ് വെച്ചിട്ടാണ്. IPX4ന്റെ വാട്ടർ റെസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും വളരെയധികം വെള്ളത്തുള്ളികളൊന്നും വീഴാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. എന്ന് വെച്ച് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒത്തിരി അധികം വെള്ളത്തുള്ളികളൊക്കെ അല്ലെങ്കിൽ ഡസ്റ്റോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് ഡാമേജ് ആകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ലോ ലേറ്റൻസി മോഡ്, അതായത് ഗെയിമിംഗ് മോഡ് ഈ ഒരു ഇയർബഡ്സിനകത്ത് അവൈലബിൾ ആണ്. ലേറ്റൻസി മോഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ലേറ്റൻസി കുറച്ച് അല്ലെങ്കിൽ ഡിലേ കുറച്ച് തന്നെയാണ്. ഞാൻ ഗെയിം ഒക്കെ കളിച്ച് നോക്കിയ സമയത്ത് എനിക്ക് അത്യാവശ്യം ഡിലേ കുറഞ്ഞ് തന്നെയാണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ലഭിച്ചത്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഈ ഒരു ഇയർബഡ്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം മിനിമം ലെവലുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് ലഭിക്കുന്നത്. നോർമൽ ലെവലുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് ലഭിക്കുന്നത്. വളരെയധികം ബൂസ്റ്റിങ്ങും ഒന്നും തന്നെ ഇല്ല. ബാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നോർമലുള്ള ബാസിങ് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു നല്ലൊരു മ്യൂസിക് ലവേഴ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ മ്യൂസിക്കിന് വേണ്ടിയാണ് ഈ ഇയർബഡ്സ് എടുക്കുന്നതെങ്കിൽ ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്തില്ല. ഒരു നോർമൽ ലെവലുള്ള സൗണ്ട് ക്വാളിറ്റി മാത്രമാണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, ടച്ച് സെൻസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കോൾസ് ഒക്കെ പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യാനോ പോസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാനുള്ള സെറ്റിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് വോയിസ് അസിസ്റ്റന്റും ആക്ടിവേറ്റ് ആവുന്നതാണ്. 2 കളേഴ്സിലായിട്ടാണ് ഈ ഒരു ഇയർബഡ്സുകൾ ലഭിക്കുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് എൻ്റെ കയ്യിലുള്ള വൈറ്റും പിന്നീടുള്ളത് ബ്ലാക്കും. ഇതിന്റെ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച സമയത്ത് 800 രൂപയാണ്. 800 രൂപ പ്രൈസ് പോയിന്റ് കൊടുത്ത് ഈ ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വേസ്റ്റ് ഓഫ് മണിയാണ്. ഒരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ പ്രൈസ് പോയിന്റ് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇയർബഡ്സ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് പോയിന്റ് ഞാൻ പറഞ്ഞ 500-നും 600-നും വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും വാല്യൂ ഫോർ മണി ഉള്ളൂ. എല്ലാം മിനിമം ലെവലിലുള്ള അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇതിൽ ലഭിക്കുന്നത്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആ ഒരു ഇയർബഡ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ 1-2 പ്രാവശ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു കേസിൻ്റെ ആ ഒരു ക്യാപ്പ് ജസ്റ്റ് 2 പ്രാവശ്യത്തെ യൂസോടെ തന്നെ എൻ്റെ കയ്യിലേക്ക് വരികയാണ്. ഞാൻ താഴോട്ട് പൊട്ടിക്കുകയോ ഒന്നും ചെയ്തതിനെ ചെയ്തില്ല. സോ ബിൽഡ് ക്വാളിറ്റി അത്രയ്ക്കേ ഉള്ളൂ എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത്. സോ ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത പോലെയാണ് ആ ഒരു കേസിൻ്റെ ക്യാപ്പ് ഇരുന്നത്. സോ അത്രയൊക്കെ തന്നെയാണ് ആ ഒരു ഇയർ കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ക്രാച്ചസ് ഒക്കെ വലുതായിട്ട് വീഴാനുള്ള ചാൻസസ് ഹൈ ആണ്. താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവും. സോ ബിൽഡ് ക്വാളിറ്റി പറയുന്ന സമയത്ത് ഇയർ കേസിൻ്റെ അത്യാവശ്യം നോർമൽ അല്ല, കുറച്ച് പൂറായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇയർബഡ്സിൻ്റെ കാര്യം വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഇയർബഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ലെവലുള്ള സൗണ്ടും മൈക്ക് ക്വാളിറ്റിയും ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം നോർമൽ ലെവലുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ഇയർബഡ്സിനകത്തുനിന്ന് ലഭിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച പുതുപുത്തൻ വീഡിയോസിനായിട്ട് ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച പുതുപുത്തൻ ടെക് വീഡിയോസായിട്ട് അടുത്ത പ്രാവശ്യം കാണാം.